ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗെയ്സ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോണത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും സോങ്സ് ഇഷ്ടപ്പെടുന്നവരാണല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഓൾഡ് സോങ്സൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ലോഡ് പ്ലസ് റിവേർബ് ആ ഒരു വേർഷനിലാണ് ഇപ്പോൾ സോങ്സൊക്കെ വൈറലാവുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സോങ് ഇതേപോലെ ഈ ഒരു വേർഷനിൽ നമുക്ക് കേൾക്കണമെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗെയ്സ്. നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് മേക്ക് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയെന്നാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോണത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗെയ്സ്, നമുക്ക് സോങ്സ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. ഓഡിയോ ലാബ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ നെയിം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വോയിസ് ചേഞ്ചർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ ഫോണിലുള്ള സോങ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ സോങ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ മുകളിലായിട്ട് ഓരോ കാറ്റഗറി ആയിട്ട് സോങ്സ് നിങ്ങൾക്ക് കിട്ടും. ആൽബം, ആ ഒരു ഫോൾഡറിൽ അങ്ങനെ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് സോങ്ങാണ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ആ ഒരു സോങ് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു സോങ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ താഴെയായിട്ട് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ആണല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യുക. അപ്പോൾ ഏറ്റവും താഴെ എൻഡിലായിട്ട് ഒരു ഓപ്ഷൻ കാണാമല്ലോ, കസ്റ്റം എന്ന് പറഞ്ഞിട്ട്, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അതിൽ എക്കോ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുക. അത് 0.55 ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തായിട്ട് ആ റിവേർബ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ 0.6 ആയിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് താഴെയില്ല, ഏറ്റവും താഴെയുള്ള ആ ഒരു ഓപ്ഷൻ ഫുള്ളായിട്ട് കുറച്ച് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് മുകളിലായിട്ട് സ്പീഡ് എന്നുണ്ട്, അത് ഞാനിവിടെ 9.5 ആക്കിയിട്ടാണ് 0.95 ആക്കിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ആ ഒരു സോങ് പ്ലേ ചെയ്ത് നോക്കുക. ഞാനിവിടെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല, സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല, കാരണം ഇതിന് കോപ്പിറൈറ്റ് കിട്ടും ഗൈസ് ഈ ഒരു സോങ്ങിന്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് പ്ലേ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഫുള്ളായിട്ട് അതിൻ്റെ എൻഡ് വരെ നിങ്ങൾ ഈ പിങ്ക് കളർ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് നിങ്ങളിങ്ങനെ സ്ലൈഡ് ആയിട്ട് കൊണ്ടുവരിക. ഓക്കെ, എന്നിട്ട് ഈ എൻഡിൽ വെച്ച ശേഷം നിങ്ങൾ ആ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ആ ഒരു മ്യൂസിക് എന്നുള്ള ആ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അലാമായിട്ടും ആ റിംഗ് ടൂണായിട്ടും ഒക്കെ സെറ്റ് ചെയ്യേണ്ട ആ ഒരു ഓപ്ഷനാണ്. എന്നിട്ട് ക്രിയേറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ആ ഒരു സോങ് നിങ്ങളുടെ ഫോണിൽ സേവ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വളരെ സിമ്പിളാണ് നമുക്കിങ്ങനെ സോങ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. യൂസ്ഫുൾ ആയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കിടിലും വീഡിയോസ് ഈ ഒരു ചാനലുണ്ട്, ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലും വീഡിയോയിൽ കാണാം. ബൈ.